ദോഫാർ ഗവർണറേറ്റ് അടക്കമുള്ള തീരങ്ങളിൽ മത്തി മത്സ്യബന്ധന സീസണിലെ ഔദ്യോഗിക തുടക്കമായിരിക്കുകയാണ്. ഒമാനിലെ മത്തിപ്രേമികൾക്കിനി സുലഭമായി മത്തി വാങ്ങിക്കൂട്ടാം. വരും ദിവസങ്ങളിൽ മത്സ്യവിപണി കീഴടക്കാൻ കൂടുതൽ മത്തിയെത്തും. അൽജാരിഫ് എന്ന പരമ്പരാഗത മത്സ്യബന്ധന വലകൾ ഉപയോഗിച്ചാണ് മീൻ പിടിക്കുന്നത്. സംഘടിതമായാണ് മത്സ്യബന്ധനത്തിൽ ഏർപ്പെടാറുള്ളത്. ഇങ്ങനെ സംഘടിതമായി പ്രവർത്തിക്കുന്നതിനെ അൽ ദാഗ്യ എന്നാണ് അറിയപ്പെടുക. സങ്കീർണമായ ഈ പ്രക്രിയയ്ക്ക് മേൽനോട്ടം വഹിക്കുക പരിചയസമ്പന്നരായ ആളുകളാണ്. സൈഫ എന്ന് വിളിക്കുന്ന കയറുകളിൽ നിന്ന് ഗ്രീഫ് എന്ന ആധുനിക വലകളിലേക്കുള്ള മാറ്റം മത്സ്യബന്ധനത്തിൽ വന്ന പരിവർത്തനത്തെ സൂചിപ്പിക്കുന്നതാണെന്ന് മുതിർന്ന മത്സ്യത്തൊഴിലാളിയായ സലീം ബിൻ സയ്യിദ് അൽ ബറക പറഞ്ഞു. നെയ്തെടുക്കുന്ന ഈ വലകൾക്ക് ഏകദേശം 100 മീറ്റർ നീളമുണ്ടാകും. പ്രവർത്തിക്കാൻ 40 തൊഴിലാളികൾ വരെ ആവശ്യമാണ്. മികച്ച മുന്നൊരുക്കങ്ങളും ഉപകരണങ്ങളും മറ്റും അറ്റകുറ്റപ്പണിയും നടത്തിയുമാണ് സീസണിനെ വരവേൽക്കുവാൻ ഒരുങ്ങുന്നത്. ശരത്കാലത്തിന് ശേഷമുള്ള ഉയർന്ന തിരമാലകൾ പോലുള്ള വെല്ലുവിളികൾക്കിടയിലും ദോഫാറിലെ മത്സ്യബന്ധന സമൂഹങ്ങളുടെ ഉപജീവനത്തിന് മത്തി അത്യന്താപേക്ഷിതമാണെന്ന് യുവ മത്സ്യത്തൊഴിലാളികൾ പറയുന്നുണ്ട്. എല്ലാ വർഷവും ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെയാണ് സലാല തീരത്ത് മത്തിയുടെ സീസൺ ആരംഭിക്കുന്നത്. പടിഞ്ഞാറ് റെയ്സ്യൂത്തിനും കിഴക്ക് മിർബാത്തിനും ഇടയിലുള്ള കടൽ തീരത്താണ് മത്തിക്കൂട്ടങ്ങളെ കൂടുതലായി കാണപ്പെടുന്നത്. മത്തി മത്സ്യബന്ധനം നടത്തുക ഒരു ക്യാപ്റ്റന്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പുകളായിട്ടാണ്. ഓരോ ഗ്രൂപ്പിലും 20 മുതൽ 30 വരെ അംഗങ്ങളാണ് ഉണ്ടാവുക. കഴിവും കൃത്യതയും ക്ഷമതയും ആവശ്യമുള്ള കഠിന ജോലിയാണ് മത്തിപിടുത്തം. മത്തി ശേഖരിക്കുന്ന സ്ഥലം കണ്ടെത്തുക, വലയെറിയുക, വാഹനങ്ങളിൽ കയറ്റുന്നതിന് മുമ്പ് കരയിലേക്ക് മാറ്റുക എന്നിവ ഉൾപ്പെടെ നിരവധി ഘട്ടങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഇങ്ങനെ പിടിച്ചെടുക്കുന്ന മത്സ്യ മാർക്കറ്റിലോ കാലികൾക്ക് തീറ്റ കൊടുക്കുന്ന മാർക്കറ്റിലോ ആണ് വിൽക്കുന്നത്. മത്തി സീസൺ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും മത്സ്യബന്ധന മേഖലയുടെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് ആക്കം കൂട്ടുകയും ചെയ്യുന്നുണ്ടെന്ന് മത്സ്യമേഖലയിലുള്ളവർ പറയുന്നു. മത്തി സീസണിൽ നിരവധി വിനോദസഞ്ചാരികൾ മത്സ്യബന്ധന പ്രക്രിയകൾ കാണാനും മത്തി വിളവെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ രേഖപ്പെടുത്താനും വരാറുണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. അതുകൊണ്ട് തന്നെ മത്തി സീസൺ ടൂറിസം മേഖലയിലും സ്വാധീനം ചെലുത്തുന്നതാണ്. 2019 കൃഷി മത്സ്യബന്ധനം ജലവിഭവ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് സുൽത്താനേറ്റിന്റെ മൊത്തം മത്സ്യ ഉൽപാദനത്തിന്റെ 60.2% ചെറിയ മത്സ്യങ്ങളാണ്. ഇതിൽ 47.4% മത്തിയാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. 2,75,186 ടണ്ണായിരുന്നു ആകെ പിടിച്ച മത്തി. ഭൂരിഭാഗവും പരമ്പരാഗത മത്സ്യബന്ധനത്തിലൂടെയായിരുന്നു. മത്തി സീസൺ കന്നുകാലി വിനോദസഞ്ചാര മേഖലകളിൽ പ്രവർത്തിക്കുന്ന നിരവധി പൗരന്മാർക്ക് മികച്ച സാമ്പത്തിക അവസരങ്ങളാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഒമാനി സമ്പദ് വ്യവസ്ഥയിൽ മത്തി സീസൺ സ്വാധീനം ചെലുത്തുന്നുണ്ട്. മത്തി ടിന്നിലാക്കി സംസ്കരിക്കുന്നതിനും മറ്റുമായി ഒരു ഫാക്ടറി വേണമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. അതേസമയം കേരളത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വലയിൽ കുടുങ്ങുന്നതെല്ലാം ചെറിയ മത്തിയാണ്. വിലയിൽ സ്റ്റാറായ മത്തിയുടെ വിലയിടിഞ്ഞത് മത്സ്യബന്ധന മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയുമായിരുന്നു. കുത്തനെ ഉയർന്ന മത്തിയുടെ വില 400 നിന്നും 40 കൂപ്പുകുത്തിയതിന്റെ കാരണം എന്താണെന്നും ആശങ്കയാണ്. കേരളത്തിൽ മത്തിയുടെ വിലയിടിവിലേക്ക് നയിച്ച സാഹചര്യം എന്താണെന്നും പരിശോധിക്കുന്നുണ്ട്. ഇതേക്കുറിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് വ്യക്തമായ ഉത്തരമുണ്ട്. വിലയിടിവ് മത്തിപ്രിയർക്ക് സന്തോഷം പകരുമെങ്കിലും മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യബന്ധന മേഖലയ്ക്കും സമ്മാനിക്കുന്നത് ആശങ്കയാണ്. ആഴ്ചകൾക്ക് മുമ്പ് കേരളത്തിൽ മത്തിയുടെ വില 400 കടന്നിരുന്നു. എന്നാൽ ഇപ്പോൾ കിലോഗ്രാമിന് 40 രൂപ പോലും കിട്ടാത്ത സാഹചര്യമാണുള്ളത്. 400 രൂപയ്ക്ക് മലയാളി വാങ്ങി കറിവച്ചും വറുത്തും കഴിച്ച മത്തിയാകട്ടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിപണനത്തിനായി കേരളത്തിൽ എത്തിയവയാണ്. ചുരുക്കി പറഞ്ഞാൽ ആഴ്ചകൾക്ക് മുമ്പുണ്ടായ മത്തിയുടെ ഡിമാൻഡ് കേരളത്തിലെ മത്സ്യബന്ധന മേഖലയ്ക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. ഇപ്പോഴത്തെ സാഹചര്യം കേരളത്തിന്റെ തീരക്കടലിൽ എവിടെ വലയിട്ടാലും മത്തി എന്നതാണ്. ക്രമാതീതമായ മത്തിയുടെ വർധനവ് വിലയിടിവിനും മത്സ്യത്തൊഴിലാളികളുടെ കഷ്ടകാലത്തിനുമാണ് ഇടയാക്കിയത്. തീരക്കടലിൽ ആഴക്കടലിലും ഒക്കെ സുലഭമായ മത്തിയുടെ വലിപ്പവും ഗുണമേന്മയും കുറവുമാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.